ജമാഅത്ത് നമസ്കാരത്തിന്റെ ഗൗരവം അത്രത്തോളം വലുതാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയപ്പോൾ അദ്ദേഹം തോട്ടം ഹദിയ ചെയ്യാൻ തയ്യാറായി. ബഹുമാനപ്പെട്ട റബീഅ ബിൻ ഹൈസം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ശരീരം തളർന്നു വീണിട്ട് പോലും രണ്ടുപേരുടെ സഹായത്തോടുകൂടി ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ തയ്യാറായി. ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, ഫാതത്നി സലാത്തുൽ ജമാഅ, എനിക്ക് ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു പോയി. ഫഅസാനി അബൂ ഇസ്ഹാഖ് അൽ ബുഖാരി, അബൂ ഇസ്ഹാഖ് അൽ ബുഖാരി എന്ന് പറയുന്ന മഹാനായ ഒരു പണ്ഡിതൻ അനുശോചനം രേഖപ്പെടുത്താൻ എന്റെ വീട്ടിലേക്ക് വന്നു. ജിഷാ നമസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ അനുശോചനം രേഖപ്പെടുത്താൻ വന്നു അബൂ ഇസ്ഹാഖ് അൽ ബുഖാരി റളിയല്ലാഹു അൻഹു. അനുശോചനം രേഖപ്പെടുത്താൻ പോകുന്ന ആർക്കാ? വീട്ടിൽ ആരെങ്കിലും മരിച്ചാലാണ്. ഓടെ മോൻ മരിച്ചുപോയില്ലേ, അവിടെ വാപ്പ മരിച്ചുപോയി, അള്ളാഹു നിങ്ങൾക്ക് പുറത്തട്ടെ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മരണപ്പെട്ട ആ മയ്യത്തിന് പുറത്തു കൊടുക്കട്ടെ എന്നൊക്കെ നമ്മൾ അനുശോചനം രേഖപ്പെടുത്താൻ പോകുന്നത് പോലെ ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു ഒരു വഖത്ത് നമസ്കാരത്തിന് പങ്കെടുത്തില്ല. അദ്ദേഹം ആ നമസ്കാര ജമാഅത്തിൽ എന്തോ ഒരു സാഹചര്യത്താൽ ആ ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ നാട്ടിലെ പ്രമുഖ പണ്ഡിതനായ അബൂ ഇസ്ഹാഖ് അൽ ബുഖാരി റളിയല്ലാഹു തആല അൻഹു അനുശോചനവുമായി തഅസിയത്തിന് വേണ്ടി അദ്ദേഹത്തെ പോയി കാണുകയുണ്ടായി. വേറെ ഒരാളും വന്നില്ല. അദ്ദേഹം പറഞ്ഞു, എന്റെ മകൻ മാതലി വലതുൻ, എന്റെ ഒരു മകനാണ് മരിച്ചതെങ്കിൽ ഈ നാട്ടിലുള്ള 4000-ഓളം ആളുകൾ എനിക്ക് അനുശോചനം അർപ്പിക്കാൻ വരുമായിരുന്നു. പക്ഷേ ജനങ്ങൾ കരുതുന്നത് ദീനിന്റെ മുസീബത്തിനേക്കാൾ വലുത് ദുനിയാവിന്റെ മുസീബത്താണ്. ഒരാൾ മരിച്ചു പോകല് ദുനിയാവിന്റെ മുസീബത്താണ്, ഒരു ജമാഅത്ത് നഷ്ടപ്പെടുന്നത് ദീനിന്റെ മുസീബത്താണ്. ജനങ്ങൾ ഇന്ന് കാണുന്നത് ദീനിന്റെ മുസീബത്തല്ല, ദുനിയാവിന്റെ മുസീബത്താണ്. അതുകൊണ്ടാണ് ജമാഅത്ത് നമസ്കാരങ്ങളിൽ പള്ളികളിൽ ആളില്ലാതിരിക്കുമ്പോ എന്തുകൊണ്ടാണ് ആ സഹോദരൻ പള്ളിയിൽ വരാഞ്ഞത് എന്ന് മഹല്ലുകാരോ മഹല്ല് ഭാരവാഹികളോ മഹല്ലിൽപ്പെട്ട ജോലിക്കാരോ ആരും തന്നെ അന്വേഷിക്കാൻ പോകാറില്ല. മറിച്ച് രാവിലെ 4 മണിക്ക് മഹല്ലിൽപ്പെട്ട ഏതെങ്കിലും ഒരു പ്രമുഖ വ്യക്തിയോ ആ വ്യക്തിയുടെ മകനോ മരിച്ചുപോയാൽ ഉടൻ തന്നെ ജമാഅത്ത് കമ്മിറ്റി അടക്കം ഉസ്താദന്മാരടക്കം ആ വീട്ടിൽ തഅസിയത്തിന് വേണ്ടി പോകുന്നു. എന്തുകൊണ്ട്? ദുനിയാവിന്റെ മുസീബത്താണ് അവർക്ക് വലുത്, ദീനിന്റെ മുസീബത്ത് അവർക്ക് വലുതയല്ല. അതുകൊണ്ടാണല്ലോ പള്ളിയിൽ അടിയും വഴക്കും പ്രശ്നവും. അവിടുത്തെ പള്ളിയുടെ ഖൈറല്ലല്ലോ സമുദായം നോക്കുന്നത്. ജമാഅത്തുകളിൽ തമ്മിലടിയും പ്രശ്നങ്ങളും നടക്കുമ്പോ ജമാഅത്ത് ഖൈറാകണം, ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ ഖൈറാകണം, നന്മയാകണം എന്നല്ല അവർക്ക് ലക്ഷ്യം. അവർക്ക് ദുനിയാവിന്റെ മുസീബത്താണ് വലുത്, ദീനിന്റെ മുസീബത്തല്ല. അല്ല സഹോദര, നമുക്ക് ജമാഅത്തിലെ നമസ്കാരം നഷ്ടപ്പെട്ടു പോകും, ജമാഅത്തിൽ ആളുകൾ നഷ്ടപ്പെട്ടു പോകും. ഇബാദത്ത് ചെയ്യുന്നതിന് നമസ്കരിക്കുന്നതിന് ആളുകൾക്ക് ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവുകയില്ല. എപ്പോഴും നിങ്ങൾ ഇങ്ങനെ നടന്ന് വെള്ളം വെച്ചാൽ ഇത് പ്രശ്നങ്ങളാകും എന്ന് സമുദായത്തെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മുസ്ലിയാരെ ഗെറ്റ് ഔട്ട് അടിപ്പിക്കും എന്നുള്ളതല്ലാതെ ഇതിന്റെ കാരണം എന്താ? ദീനിന്റെ മുസീബത്ത് അവർക്ക് പരിഗണനയില്ല, ദുനിയാവിന്റെ മുസീബത്ത് അതാണ് ഏറ്റവും വലുത്. ഞാൻ പറയുന്ന വാക്കല്ല, ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു. ശരിയായ കാര്യമല്ലേ? ശരിയായ കാര്യമല്ലേ? ദീനിന്റെ മുസീബത്താണ് വലുതായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. നമ്മുടെ ജമാഅത്തിൽ സെക്രട്ടറിയോ പ്രസിഡന്റോ ഉസ്താദോ നമസ്കരിക്കാൻ വന്നില്ല എങ്കിൽ, ജമാഅത്തിന് എത്തിയില്ല എങ്കിൽ രാവിലെ പോണം അനുശോചനം അറിയിക്കാൻ വീട്ടിൽ. നമ്മുടെ ഒരു കറുത്ത കൊടിയും കൂടെ പിടിച്ചോ. നമ്മുടെ ജമാഅത്ത് സെക്രട്ടറി അല്ല പറയാൻ പറ്റൂ, വേറെ ആരെങ്കിലും കുറ്റം പറയാൻ പറ്റൂല. കറുത്ത കൊടിയായിട്ട് പോകണം, കരിങ്കൊടി. കാരണം എന്താ? മരിച്ചിരിക്കുന്നു, ആരോ എന്താ മരിച്ച പോലെ. എന്താ? നമുക്ക് ദീനിന്റെ മുസീബത്താണല്ലോ ഒരാൾ ജമാഅത്ത് നിസ്കാരത്തിന്റെ പള്ളിയിൽ വരാത്തത്, ദീനിന്റെ മുസീബത്താണ്. നമ്മുടെ ഈ പള്ളിയുടെ ചുറ്റുവട്ടാരത്തിൽ എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട്. സുബഹി നമസ്കാരത്തിന് എത്ര പേര് ജമാഅത്തിൽ പങ്കെടുക്കുന്നു? മുനാഫിഖീങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള നമസ്കാരമാണ് സുബഹി നമസ്കാരം എന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുമ്പോ സുബഹി നമസ്കരിക്കാൻ വരാത്തവൻ മുനാഫിഖല്ലേ? ഖുർആൻ ഹദീസ് പറഞ്ഞുതരാം, ആയത്ത് ഹദീസ് ഓതി പറഞ്ഞുതരാം. ഞാൻ പറയുന്ന വാക്കല്ലാതെ. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാഹ് ഖാമൂ ഖുസാലാ യുറാഊന അന്നാസ് വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹ ഹൗലാ വലാ ഇലാഹ ഹൗലാ വമൻ യുദ്ലിലില്ലാഹ് ഫലം തജിദ ലഹു സബീലാ.
മുനാഫിക്കുകളുടെ നമസ്കാരം. 2 നമസ്കാരക്കാരെ ഖുർആനിൽ പരിചയപ്പെടുത്തി. ഒന്ന് വിശ്വാസിയുടെ നമസ്കാരം. ആ വിശ്വാസികളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇനിയുണ്ട് ഉദാഹരണങ്ങൾ, ഇനി ഞാൻ പറഞ്ഞു തരാം. ഒരു സംഭവം കൂടെ കട്ടോളി, എന്നിട്ട് മുനാഫിക്കുകളുടെ നമസ്കാരത്തിലേക്ക് കയറാം. ഒരു സംഭവം കൂടെ കട്ടോളി. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖവാരീർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, ഒരു ദിവസം എന്റെ വീട്ടിൽ കുറെ അതിഥികൾ വരികയും ഞാൻ അതിഥികളുമായി സഹകരിച്ച് അവർക്ക് ഭക്ഷണം വിളമ്പുന്ന വേളയിൽ ഫാതത്നി സലാത്തുൽ ഇശാ, ഇശാ നമസ്കാരത്തിന്റെ ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഞാൻ അവരെ വീട്ടിൽ നിന്ന് അവരുടെ എല്ലാ ഉത്തരവാദിത്തവും കഴിഞ്ഞ് പള്ളിയിലേക്ക് ഖറജ്തു മസ്ജിദ, ഞാൻ നേരെ പള്ളിയിലേക്ക് പുറപ്പെട്ടു. ഉല്ലിഖത് അബ്വാബുൽ മസാജിദ് ഫിൽ ബസറ, ബസറയുടെ ഓരോ തെരുവോരങ്ങളിലൂടെ ഞാൻ നടന്നു നീങ്ങിപ്പോയി. ഓരോ പള്ളിയുടെ വാതിൽക്കൽ ഞാൻ പോയി മുട്ടി നോക്കുമ്പോ എല്ലാ പള്ളികളിലും ഇശാ നമസ്കാരം പൂർത്തിയായി. പള്ളികളുടെ വാതിലുകളെല്ലാം അടയ്ക്കപ്പെട്ടിരിക്കുകയാ. ഞാനിങ്ങനെ കുറെയൊക്കെ പരതി നോക്കി. കുറെ ദൂരം ഞാൻ ഇങ്ങനെ മെല്ലെ നടന്നു. അടുത്ത നാട്ടിലേക്ക് ഞാനൊന്ന് പരിശ്രമിച്ചു പോയി നോക്കി. പക്ഷേ എല്ലാ നാട്ടിലെയും പള്ളികൾ മൂടപ്പെട്ടിരിക്കുകയാ. ഫറജഅതു ഇലാ ബൈതി, ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയും ഫദകർതു, ഞാൻ ചിന്തിച്ചു, ജമാഅത്തായുള്ള നമസ്കാരം ഒറ്റയ്ക്കുള്ള നമസ്കാരത്തെക്കാൾ 27 ദറജ കൂലി കൂടുതലല്ലയോ? സലാത്തുൽ ജമാഅത്ത് നമസ്കാരം കൂലിയുള്ളതാണ്. അക്സറ മിൻ 27 മറ, 24 ദറജയേക്കാൾ കൂടുതലാണ് ജമാഅത്ത് നമസ്കാരം ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ. 27 ദറജ കൂലി കൂടുതലാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്. എവിടെ പോയി നമസ്കരിക്കാനാണ്? എങ്ങും വഴിയില്ല. ഉടനെ അദ്ദേഹം അല്പസമയം തീരുമാനിച്ചു. ഫസല്ലൈതുൽ ഇശാ 27 മറ, 27 പ്രാവശ്യം ഞാൻ ഇശാ നമസ്കരിച്ചു. 27 പ്രാവശ്യം. ഒരു ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ ജമാഅത്തിന് പരിഹാരമായി 27 പ്രാവശ്യം ഞാൻ ജമാഅത്ത് ഒറ്റയ്ക്ക് നമസ്കരിച്ചു വീട്ടിൽ. തുമ്മ നുംതു, ഞാൻ പിന്നീട് ഉറങ്ങി. ഫറഅയ്തു ഫിൽ മനാമി, പിന്നീട് ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്. കഅന്നി മാ ഖൗമിൻ അലൽ ഖൈൽ വഅന അയ്ളൻ അലാ ഫറസ്, ഞാനും കുറെ സമുദായവും കുതിരപ്പുറത്ത് യാത്ര ചെയ്യുകയാണ്. നസ്തബിഖു, ഞങ്ങൾ ഓട്ട മത്സരം നടത്തുകയാ. ഏതോ ഒരു ഉന്നതമായ സ്ഥലത്തേക്ക്, സ്വർഗലോകത്തേക്കെന്ന പോലെ എന്തോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ ആർക്കോ ഒരുക്കി വച്ചിരിക്കുകയും അത് നേടിയെടുക്കുന്നതിന് വേണ്ടി കുതിരപ്പുറത്ത് ധൃതി കാണിച്ച് ആരാണോ ഓടിപ്പോകുന്നത്, ആദ്യം എത്തുന്നത്, അവർക്ക് കൊടുക്കുന്നതിന് എല്ലാ തയ്യാറെടുപ്പുകളും അല്ലാഹു നടത്തിയിരിക്കുന്നു. അങ്ങനെ ഞാനും എന്നോടൊപ്പം കുറെ അനുയായികളുമുണ്ട്. ഞാൻ എന്റെ കുതിരയുടെ ജീനി പിടിച്ച് നിർബന്ധിച്ചുകൊണ്ട് വളരെ സ്പീഡിൽ, വേഗതയിൽ ഓടിച്ചു നോക്കി. ഫമാ അൽഹഖുഹും, ഒരു നിലയ്ക്കും അങ്ങോട്ടെത്തുന്നില്ല, ഒരു നിലയ്ക്കും ഓടിയിട്ടെത്തുന്നില്ല. ഫൽതഫത ഇലയ്യ അഹദുൻ, എന്റെ വെപ്രാളം കണ്ടുകൊണ്ട് ഒരാൾ എന്നിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഏ സഹോദരാ, നീ ഓടിയിട്ട് കാര്യമില്ല, നീ ധൃതി കൂട്ടിയിട്ട് കാര്യമില്ല, നീ ബേളം വെച്ചിട്ട് കാര്യമില്ല, നീ എത്രത്തോളം ധൃതി കൂട്ടിയാലും ഞങ്ങളോടൊപ്പം നീ എത്തുകയില്ല. കാരണം എന്ത് എന്ന് ചോദിച്ചപ്പോൾ, സല്ലൈനൽ ഇശാ മഅൽ ജമാഅ അൻത ലം തുസല്ലി സലാത്തൽ ഇശാ മഅൽ ജമാഅ, ഞങ്ങൾ ജമാഅത്ത് നമസ്കാരത്തോടുകൂടി ഇശാ നമസ്കാരത്തിന് സാക്ഷ്യം വഹിച്ചവരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ കുതിരയുടെ മുകളിൽ അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പെട്ടെന്ന് ഓടിച്ചെല്ലാൻ കഴിയും. നീ എത്രത്തോളം പരിശ്രമിച്ചാലും നീ കഴിഞ്ഞ ദിവസം ഇശാ നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കാത്തവനാണ്. അതിന്റെ പേരിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്താൻ കഴിയുകയില്ല. അദ്ദേഹം പെട്ടെന്ന് ഞെട്ടി ഉണരുകയും പശ്ചാത്തപിക്കുകയും പൊട്ടിക്കരയുകയും പിന്നീട് കുറെ നാളുകൾ അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹത്തിന്റെ താരീഖിൽ കാണാം. ഉമർ ഇബ്നുൽ ഖവാരി റളിയല്ലാഹു തആല അൻഹു. ബഹുമാനമുള്ള സഹോദരങ്ങളെ,
ഒരു വഖത്ത് നമസ്കാരത്തിന്റെ കാര്യം, ഒരു വഖത്തിന്റെ പേര്. നമ്മൾ ഒരു വഖത്താണോ ജമാഅത്ത് കളയുന്നത്? ഒരു വഖത്ത് ജമാഅത്ത് നമസ്കാരമാണോ കളയുന്നത്? മുഅ്മിനീങ്ങളുടെ നമസ്കാരമാണിത്. അവർക്കൊരു നമസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് വല്ലാത്ത വിഷമമാണ്, പ്രയാസമാണ്. അപ്പോൾ മുനാഫിഖീങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുകയാണ്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ. മുനാഫിഖീങ്ങൾ അല്ലാഹുവിനെ വഞ്ചിക്കുന്നു, പക്ഷേ അല്ലാഹുവാണ് അവരെ വഞ്ചിക്കുക എന്ന കാര്യം അവർ മറന്നുപോയി. وَإِذَا قَامُوا إِلَى الصَّلَاةِ അവർ നമസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഖാമൂ കുസാലാ അലസതയോടുകൂടിയേ അവർ നമസ്കാരത്തിൽ നിൽക്കുകയുള്ളൂ. യുറാഊനന്നാസ് ജനങ്ങൾ കാണുന്നതിന് വേണ്ടി, ലോകമാന്യതയ്ക്ക് വേണ്ടിയായിരിക്കും ആ മുനാഫിഖീങ്ങളുടെ നമസ്കാരം. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. കുറച്ച് മാത്രമേ അല്ലാഹുവിനെ സ്മരിക്കുകയുള്ളൂ. ഓർത്തോളി, ചായ കുടിക്കുന്നതിന്റെ ഇടയ്ക്ക് മുനാഫിഖീങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ്. മറന്നു പോകരുത്. അത് ഞങ്ങൾ അറിഞ്ഞില്ല ഉസ്താദെ, അല്ലാഹുവെ ചായ കുടിക്കുക, അതിനിടയ്ക്ക് ഞങ്ങൾ മുനാഫിഖീങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച് ഉസ്താദ് പറഞ്ഞു, ഞങ്ങളത് ശ്രദ്ധിച്ചില്ല എന്ന് പറയരുത്. മുനാഫിഖീങ്ങളുടെ നമസ്കാരം അവർ അല്ലാഹുക്ക് വേണ്ടിയല്ല നമസ്കരിക്കുന്നത്. വന്ന് നമസ്കരിക്കും, ഉദാസീനതയോടെ അലസതയോടുകൂടി നമസ്കരിക്കും. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. വളരെ കുറച്ച് മാത്രമേ അല്ലാഹുവിനെ അവർ ഓർക്കാറുള്ളൂ നമസ്കാരത്തിൽ.